വചനോദയം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ പോകും വഴി ലേവി എന്നൊരു ചുങ്കക്കാരൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. അവൻ എല്ലാം ഉപേക്ഷിച്ച് എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ലേവി തൻ്റെ വീട്ടിൽ അവനു വേണ്ടി ഒരു വലിയ വിരുന്ന് നടത്തി. ചുങ്കക്കാരുടെയും മറ്റുള്ളവരുടെയും ഒരു വലിയ ഗണം അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ഫരിസേയരും നിയമജ്ഞരും പിറുപിറുപ്പോടെ അവൻ്റെ ശിഷ്യരോട് പറഞ്ഞു, നിങ്ങൾ ചുങ്കക്കാരോടും പാപികളോടുമൊത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നതെന്ത്? യേശു അവരോട് പറഞ്ഞു, ആരോഗ്യമുള്ളവർക്കല്ല, രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാനാണ്. വചന വിചിന്തനം. നികുതി പിരിവുകാരനായ ലേവിയെ യേശു വിളിക്കുന്ന വചനഭാഗമാണിത്. മത്തായി എന്നും അറിയപ്പെടുന്ന ഈ നികുതി പിരിവുകാരനെ സമൂഹം പലപ്പോഴും പുച്ഛിച്ചിരുന്നു. കാരണം റോമൻ അടിച്ചമർത്തലുമായി സഹകരിച്ച് അത്യാഗ്രഹത്തോടും സത്യസന്ധതയില്ലായ്മയോടും ജനങ്ങളെ വേദനിപ്പിച്ചിരുന്ന വ്യക്തി. എന്നിട്ടും കൃപയുടെയും അനുകമ്പയുടെയും കരങ്ങൾ നീട്ടി യേശുക്രിസ്തു ലേവിയെ വിളിക്കുന്നു. എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പക്കലേക്ക് ക്ഷണിക്കുന്നു. ഉടനടി യേശുവിനെ തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയും എല്ലാം ഉപേക്ഷിച്ച് അവിടത്തെ അനുഗമിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിന് ഒരു പരിവർത്തനത്തിൻ്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയാൽ ഉടനെ അത് അംഗീകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക. അതാണ് ലേവി സ്വയം കാണിച്ചു തരുന്നത്. സ്വന്തം ജീവിതം തകർച്ചയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് ഒരു ആത്മപരിശോധനയ്ക്കുള്ള വചനമാണിത്. അനുദിനം സ്നേഹവും അനുകമ്പയും കാട്ടി ദൈവം നമ്മെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മാതാപിതാക്കളും ജീവിത പങ്കാളിയും സഹോദരങ്ങളും അയൽക്കാരും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. മുൻവിധികളും പ്രലോഭനങ്ങളും ഭാവിയെ ഓർത്തുള്ള ആകുലതകളും മാറ്റിവെച്ച് യേശുക്രിസ്തുവിൻ്റെ വിളി കേൾക്കാം. അവിടുത്തെ പരിവർത്തനാത്മക സ്നേഹം അനുഭവിക്കാം.